ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പൊങ്കാല കാണാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഞങ്ങളുടെ അടുത്ത റോഡ് കണ്ടോ? ഇതെല്ലാം ഞങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് നടന്നു പോകുന്നിടത്ത് ഞങ്ങൾ പഠിച്ച ഒരു സ്കൂളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നടക്കുവാണ്. അതിന് തൊട്ടടുത്തൊരു ആയുർവേദ ആശുപത്രി ഉണ്ട്. ഞങ്ങളുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇവിടെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കുറേ ഉണ്ട് നടക്കാൻ അങ്ങോട്ട്. ഞങ്ങളുടെ ഏരിയ വിട്ടു പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എന്താ റോഡ് കണ്ടോ? റോഡിൽ കൂടെ തന്നെ നടന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പറങ്കിമാവൊക്കെ പൂത്ത് നിൽക്കുന്നു. ഈ പൂവിൻ്റെ ഒക്കെ ഭംഗിയുണ്ട് ഞങ്ങൾ എടുത്തതാണ്. ഇതാണ് ഉരുമന്ദിരം. ഞങ്ങളുടെ ഉരുമന്ദിരമാണ് ഇവിടുത്തെ. ഞങ്ങൾ അവിടെ നിന്ന് എത്തി. ഞങ്ങളുടെ പമ്പയാറിന് അവിടെ എത്തി. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പമ്പയാറ്റിലെ വെള്ളമെല്ലാം പറ്റി. ഇനിയിപ്പം വന്ന വഴിക്ക് റോഡ് സൈഡ് കണ്ടൊരു പൂക്കളാണ് കണ്ടോ. ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ പൊങ്കാല എല്ലാം തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പുകയായിരുന്നു കേട്ടോ. അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുക. എല്ലാവരും നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ വെളിയിലുണ്ട്. കുറച്ച് പേര് അകത്ത് പൊങ്കാല ഇട്ടോണ്ടിരിക്കുവാണ്. കുറച്ചൊരു പുക കാരണം കയറി പോകുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയാണ് അവിടെ നിന്ന് പൊങ്കാല ഇടുന്നത്. ഞങ്ങൾ പൊങ്കാലയൊന്നും ഇട്ടില്ല. ഞങ്ങളത് കാണാനായിട്ട് വന്നതാണ്. എല്ലാവരും ഇതാണ് മാളികപ്പുറം അമ്പലം. ഇവിടെ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകാനായിട്ട്. ഏകദേശം ഇപ്പം പൊങ്കാലയൊക്കെ വെന്ത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഉണ്ട് ദാഹത്തിന് മോരും വെള്ളമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് തന്നായിരുന്നു. എല്ലാവരും മോരും വെള്ളമൊക്കെ കുടിക്കുന്നു. മോരും വെള്ളം എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നു. ഒരു അച്ഛൻ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പുക കാരണം അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ആരും ഉണ്ടാകും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പൊങ്കാല കഴിഞ്ഞാണ്ട് നമ്മുടെ പോറ്റി നേദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം കഴിയാറായി. പൊങ്കാല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊങ്കാല കാണാൻ ഇവിടെ വന്നിട്ട്. വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാല കാണാനായിട്ട് വന്നിരുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണിത്, മാളികപ്പുറം. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങനെ ഏകദേശം എല്ലാവരും പോകാനൊക്കെ റെഡി ആകുന്നുണ്ട്. പൊങ്കാലകളൊക്കെ കുറച്ച് പേര് പാക്ക് ചെയ്യുന്നു കൊണ്ടുപോകാൻ. കുറച്ച് പേരുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേരൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം കഴിയാറായി. 12 മണിയാകുന്നതിന് മുമ്പ് പൊങ്കാലയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും മടക്കിയൊക്കെ വെക്കുക പോകാനുള്ളതെല്ലാം. പായസം കഴിക്കുന്നത് ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞങ്ങളും എല്ലാവരും കഴിച്ചു കേട്ടോ. പാൽപ്പായസം ഉണ്ടായിരുന്നു. 2-3 സൈസ് പായസം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്നവരും ഉണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് ഇപ്പം.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നദാനം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അന്നദാനം കഴിക്കാൻ പോകാനും നിൽക്കുക. കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. എന്നിട്ട് മൂന്നാല് പേരേ ഉള്ളൂ നിൽക്കുന്നത്. ഇനി 3-4 പേര് പൊങ്കാലയും കൂടെ റെഡി ആകാനുള്ളൂ. എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം കുറച്ച് പുകയൊക്കെ മാറി അന്തരീക്ഷം നല്ലപോലെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരെയൊന്നും കാണാനില്ല. ഇത് ലാസ്റ്റാണ്. കഴിഞ്ഞു. എല്ലാവരും കഴിക്കാനായിട്ട് പോയി. അന്നദാനം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ചോറ്, അവിയൽ, സാമ്പാർ, പച്ചടി, മാങ്ങയച്ചാർ, ഇത്ര ഐറ്റങ്ങളുണ്ടായിരുന്നു. കൂട്ടത്തിൽ പായസവും ഉണ്ടായിരുന്നു. കൂമ്പ് തോരനുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. എല്ലാവരും മാറി മാറി ഇരുന്ന് കഴിക്കും. അവിടെ വലിയ ഹാളാണ്. ഹാളിലെല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. ഒരു ചോറും പാത്രം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതാരാന്നറിയില്ല. ഒരു ചോറും പാത്രം മാത്രമേ കാണുന്നുള്ളൂ. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ചോറ്. ആരാന്നറിയില്ല കേട്ടോ. നടന്നു പോകുന്ന ചോറും കൊണ്ട് ചോറവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥ ആരാന്നറിയില്ല. അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇനി.